നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നടു റോഡിൽ KSRTC ബസ് തടഞ്ഞ് ഗുണ്ടായിസം കാണിച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ ഒടുവിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. കോടതി ഇടപെടലിനെ തുടർന്നാണ് കേസെടുത്തത്. ഇതോടെ നാണം കെട്ട് CPMഉം പോലീസും. ഡ്രൈവർ യദുവിന്റെ ജോലി കളയാൻ ഉറച്ച് പോലീസിന്റെ പ്രതികാര നടപടി. ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി വൈകി കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ജോലി തടസ്സപ്പെടുത്തി, ഗതാഗത തടസ്സമുണ്ടാക്കി, പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, കണ്ടാൽ അറിയാവുന്ന മറ്റു 3 പേർ എന്നിങ്ങനെയാണ് പ്രതിപട്ടികയിലുള്ളത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഡ്രൈവർ യദു പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. മേയറും കുടുംബവും ഒരു തെറ്റും ചെയ്യില്ല എന്നായിരുന്നു തുടക്കം മുതൽ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. കേസെടുത്തതോടെ പാർട്ടി നേതൃത്വവും വെട്ടിലായി. അതേസമയം കഴിഞ്ഞ ദിവസം യദു നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് കോടതി കേസ് പരിഗണിക്കും. ഇതോടെ യദുവിനെതിരെ പ്രതികാര നടപടിയുമായി പോലീസും CPMഉം രംഗത്തെത്തി. മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് KSRTCക്ക് റിപ്പോർട്ടായി നൽകാനാണ് നീക്കം. തൃശൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്നത് വരെ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് വെറും 10 മിനിറ്റിൽ താഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യദുവിന്റെ ഫോൺ സംസാരമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഗുരുതര കുറ്റമാണ്. ഇത് ചൂണ്ടിക്കാട്ടി KSRTCക്ക് റിപ്പോർട്ട് നൽകുന്നതോടെ താൽക്കാലിക ജീവനക്കാരനെ യദുവിന്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാം. അതിനിടെ ബസ്സിലെ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം യദുവിലേക്ക് തിരിക്കാനാണ് നീക്കം. തർക്കം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂർ ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് സമീപം യദു എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചവരെ കുറിച്ചോ അതിനുശേഷം ബസ്സിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.